ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതിഭ സത്യന് പിറകിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യനാണെങ്കിൽ ഈ സത്യം അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഇന്ദു, ഞാൻ കേട്ടത് ശരിയാണ്, ഇന്ന് നിൻ്റെ പെണ്ണ് കാണാൻ ചടങ്ങിന് നീയും കൂടി സമ്മതം മൂളുകയാണ്, ഇന്ദ്രേട്ടനുമായുള്ള വിവാഹത്തിന് നീ സമ്മതം മൂളുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യൻ പറയാണ്, സത്യനോട് ഇന്ദു പറയാണ്, ഞങ്ങൾ ഒരിക്കലും ആ വിവാഹത്തിന് സമ്മതം പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങളുടെ അമ്മ തന്നെയാണ് അതൊക്കെ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്, നിങ്ങളുടെ അമ്മ തന്നെയാണ് എല്ലാം സമ്മതിച്ചത്. അപ്പോൾ ഇന്ദ്രേട്ടനും അങ്ങനെയൊന്നും പറഞ്ഞില്ല, നാളത്തെ ഡിവേഴ്സ് കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം എന്താ എന്തോ എനിക്ക് തോന്നിയില്ല. ഇന്ദ്രേട്ടനിൽ എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ നിങ്ങളുടെ അമ്മ എന്നെ കല്യാണം കഴിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, എന്നെ മരുമകളാക്കി കൊണ്ടുപോകണം എന്നൊക്കെയാണ് ആഗ്രഹം, പക്ഷെ അതൊന്നും നടക്കാത്ത സ്വപ്നങ്ങളാണ്, അതിനൊന്നും ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്ത പാടെ അവിടെ പ്രതിഭ വന്ന് നിൽക്കുക. അപ്പോൾ പ്രതിഭ സത്യനോട് ചോദിക്കുക, നിങ്ങൾ വീണ്ടും ഇന്ദുവിന് രാത്രികാലങ്ങളിലുള്ള വിളി തുടങ്ങിയില്ലേ? അത് കേൾക്കുന്നതിനോട് കൂടി സത്യം പറയും, ചോദ്യവും പറച്ചിലൊക്കെ ആവാം, അത് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എന്നെ വിശ്വാസമില്ലാതെ നീ എന്നെ വിശ്വാസമില്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നീ എന്നെ സംശയിക്കുകയാണെങ്കിൽ ഇത് തുടർന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പ്രതിഭയോട് പറയുന്നു കേട്ടോ. അതോടുകൂടി പ്രതിഭയ്ക്ക് ഭയങ്കര സങ്കടമാവാണ്. എന്നാൽ ഈ സമയം സുശീലക്കാണെങ്കിലോ അത് സന്തോഷമാവാണ്. ഇതിമേ അങ്ങ് തീക്കൊളുത്തി പിടിച്ചാൽ തീർച്ചയായും അത് രക്ഷപ്പെടുമെന്ന് സുശീല ചിന്തിക്കുകയാണ്. അങ്ങനെ സുശീല പ്രതിഭയോട് പറയാണ്, ഞാൻ നിന്നെ വിചാരിച്ച് മാത്രമാണ് സത്യനെ ഇന്ദുവിൽ നിന്നും അകറ്റിയത്, പക്ഷെ നീയാണെങ്കിലോ സത്യനെ കയറൂര് വിട്ടിരിക്കല്ലേ, അവനെ ആ സമയത്തൊക്കെ ഇന്ദുവിന് വിളിക്കുന്നത് ശരിയായ ഒരു ഏർപ്പാടല്ല, കാരണം ഇന്ദ്രൻ എന്ന് പറയുന്നവൻ കെട്ടാൻ വെച്ചിരിക്കുന്ന പെണ്ണാണ് ഈ ഇന്ദു. അപ്പോൾ അത് ചിന്തിക്കണം, അത് നിൻ്റെ ഈ പറയുന്ന സത്യനെ, അതായത് നിൻ്റെ ഭർത്താവിന് വേണം, ഞാനെന്ത് പറഞ്ഞാലും അവന് കേൾക്കില്ല, പിന്നെ പെണ്ണുങ്ങളുടെ മിടുക്കാണ് ഭർത്താക്കന്മാരെ ഒന്ന് കയ്യിൽ പിടിച്ച് നിർത്തലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രതിഭയുടെ മനസ്സിളക്കണം കേട്ടോ. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേ തന്നെ അമ്പിളിയും അനുപമയും കൂടി അമ്പലത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് ഡിവേഴ്സ് നടക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു ഇനി ഇന്ദ്രനുമൊത്ത് ഒരു ജീവിതം വേണ്ടത്, കാരണം എങ്ങനെ ഇവരെ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, ഇന്ദ്രൻ മാറാത്തോടത്തോളം മാഷ് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അമ്മയെ എതിർത്ത് ചെറുത്ത് നിൽക്കാൻ, ഭാര്യയെ സംരക്ഷിക്കാൻ കഴിവുള്ളവന് മാത്രമേ ഭാര്യയെ കൊടുത്തിട്ട് കാര്യമുള്ളൂ, അല്ലാത്തവനെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് എന്നും കണ്ണുനീരാണ് എന്ന അർത്ഥം മാഷിലുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കുന്ന മാഷ് അനുപമയോട് അത് പറഞ്ഞിട്ടുമുണ്ട്, ആ ബന്ധം ഇനി അർത്ഥം മുറിച്ചു മാറ്റാം, അത് തന്നെ ആയിരിക്കും എല്ലാവർക്കും നല്ലത്, അവനും നമുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ ചെല്ലുമ്പോഴാണെങ്കിലും അമ്പിളിക്ക് നല്ല സങ്കടമുണ്ട്, കാരണം തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ മാഷ് അകറ്റി നിർത്തുമ്പോൾ, തൻ്റെ അച്ഛനെ അകറ്റി നിർത്തുമ്പോൾ, ഈശ്വര ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇവൻ തന്നെ ഒരു വഴി കൊണ്ടുതാ ഇത്രയും നാളും മറ്റുള്ളവരുടെ ആട്ടും തുപ്പും സഹിച്ചാണ് ജീവിച്ചത്, ഇപ്പോൾ ഞങ്ങൾക്ക് ആ സ്വർണം വേണ്ടെന്ന് പലതവണ ഞങ്ങൾ പറഞ്ഞിട്ടു, ദൈവം തന്നെയാണ് ഞങ്ങളുടെ കൈക്കുള്ളിൽ കൊണ്ടുവന്ന് വെച്ച് തന്നത്, ഇനി ഞങ്ങൾ എന്താ വേണ്ടത്? അച്ഛനാണെങ്കിലോ ആദിലിനോട് ഈ സ്വർണ്ണങ്ങളെല്ലാം തിരികെ കൊടുത്തല്ലാതെ അച്ഛന് ഞങ്ങളോട് മിണ്ടില്ല, പക്ഷെ ഇതിനൊക്കെ വഴിവെച്ച് തന്ന ദാസങ്ങളും എല്ലാവരും ആവാൻ പോവുകയാണ്, എന്നാൽ ഞങ്ങൾക്ക് മുന്നോട്ടുള്ളൊരു വഴിയില്ല, അതെന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അമ്പിളിങ്ങനെ സങ്കടപ്പെടുന്നു കേട്ടോ. എന്നാൽ അനുപമയാണെങ്കിലോ തൻ്റെ കുഞ്ഞിനെ എടുത്തും കൊണ്ട് വരികയാണ്. അപ്പോൾ അനുപമയാണെങ്കിലോ ദൈവത്തിനോട് പറയാണ്, ഈശ്വര എൻ്റെ കുഞ്ഞിനെ അച്ഛനെ നഷ്ടപ്പെടുന്ന ആ ഒരു ദിവസമാണ് ഇന്ന്, എൻ്റെ കുഞ്ഞിനെ എന്തായാലും അവൻ്റെ അച്ഛനെ നഷ്ടപ്പെടും, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം ഇനി എടുത്തില്ലെങ്കിൽ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് ആപത്താണ്, അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് കഴിയില്ല, അവരും ഇന്ദ്രേട്ടനുമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോയാൽ ഇന്ദ്രേട്ടനും മനസ്സമാധാനം കിട്ടില്ല, എനിക്കും മനസ്സമാധാനം കിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി ഈ ജീവിതം വേണ്ടെന്ന് വെക്കുകയാണ്, ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം എന്നിൽ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോഴാണ് കേട്ടോ സുശീല അമ്പലത്തിലോട്ട് കയറി വരുന്നത്. ആഹാ, നീ ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെ വഴിപാട് മർച്ചനയൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതായിരിക്കൂല്ലേ, എൻ്റെ മകനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അമ്പിളിയോട് അനുപം പറയണേ, കുഞ്ഞിനെ പിടിച്ച് ചേച്ചി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അമ്പിളിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ സുശീല പറയണേ, അതെ നീ എത്ര പ്രാർത്ഥിച്ചിട്ടും നീ എത്ര കരഞ്ഞു വിളിച്ചിട്ടും ദൈവങ്ങളുടെ മുന്നിൽ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഇന്ന് എൻ്റെ മകനൊരു തീരുമാനം എടുത്തിരിക്കുന്നു, അത് നിന്നെ ഒഴിവാക്കുക എന്നുള്ളത്, ഇന്ന് എന്നല്ല ഇന്നലെ തന്നെ അവൻ ചെയ്തു, നിന്നെ ഒഴിവാക്കി അവൻ വേറൊരു പെണ്ണിനെ കെട്ടാനുള്ള തീരുമാനമാണ്. സച്ചി സാറിൻ്റെ മകള് ഇന്നലെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നലെ പെണ്ണ് കണ്ടു, ഇന്ന് അവൻ ആ തീരുമാനം ഉറപ്പിക്കും, നാളെ അവൻ്റെയും ഇന്ദുവിൻ്റെയും വിവാഹ നിശ്ചയമാണെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി അനുപമക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, ഈ ചൊറിച്ചിൽ പിടിച്ച സ്ത്രീയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ ചൊറിയുകളെന്ന് അനുപമക്കും അറിയാട്ടോ. അതുകൊണ്ട് തന്നെ അനുപമ ദേഷ്യം അടക്കി പിടിച്ച് നിൽക്കുമ്പോൾ, ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇന്ന് ഡിവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഇന്ന് വേറിട്ട് കഴിഞ്ഞാൽ, നിയമപരമായി പോയി കഴിഞ്ഞാൽ ഇനി എൻ്റെ മകൻ്റെ കൂടെ ഇനി ജീവിക്കാമെന്നും പറഞ്ഞ് പല കാര്യങ്ങൾക്കുമായിട്ട് നീ എൻ്റെ മകനെ വിളിക്കുകയോ ഒന്നും ചെയ്യരുത്, ഇന്ന് ഡിവേഴ്സ് കഴിഞ്ഞാൽ നാളെ തന്നെ
ഇവിടെ നിന്നും കെട്ടും കെട്ടി ഇവിടെ നിന്ന് നാളെ തന്നെ എൻ്റെ അച്ഛനെയും കൂട്ടി ഇവിടെ നിന്ന് പോയിക്കൊള്ളുണ്ട് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അനുപമക്ക് അങ്ങനെ വായ അടക്കി നിർത്താൻ കഴിയില്ല. അനുപമ ദേഷ്യത്തോടു കൂടി പറയണത്, ദേ തള്ളെ, നിങ്ങൾ നിങ്ങളുടെ മകനെ ഒതുക്കി നിർത്തിക്കോ, പക്ഷെ എൻ്റെ കാര്യം തീരുമാനിക്കുന്ന എൻ്റെ അച്ഛനും എൻ്റെ കുടുംബങ്ങളാണ്. ദേ തള്ളെ, ഞാൻ ഇവിടുന്ന് എപ്പോൾ പോകണം എപ്പോൾ പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. തള്ള ഇനി എൻ്റെ മേൽ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ സഹിച്ചതുപോലെ ഞാൻ സഹിക്കില്ല. സുകുമാരിയെ വിട്ട് എൻ്റെ വീട്ടിലോട്ട് ഓരോ പ്രവൃത്തി ചെയ്തപ്പോഴും ഞാൻ വേണ്ടെന്ന് വെച്ചത് വെറുതെ ഒന്നല്ല. ആ വീഡിയോയും തെളിവും എല്ലാം എൻ്റെ കൈകളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ തെളിവ് വെച്ച് അകത്തിടാനും എനിക്കറിയാം. ദേ തള്ളെ, നിങ്ങൾ എന്നോട് കളിക്കാൻ നിൽക്കണ്ട. ഇതുവരെ മാന്യതയുടെ ഭാഷയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ മാന്യതയുടെ ഭാഷ ഉപയോഗിക്കില്ല. ഇന്നത്തോടുകൂടി ഞാനൊരു കാര്യം തീരുമാനിച്ചു. നിങ്ങളുടെ മകനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. ഇനി നിങ്ങളുടെ വീട്ടുകാരോ കുടുംബാംഗങ്ങളോ ഒന്നും എനിക്ക് കാണുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഈ ബന്ധം ഇന്ന് അവസാനിക്കുന്നതിനോടുകൂടി നിങ്ങളോട് മര്യാദ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് തള്ളെ, എൻ്റെ മേത്തോട്ട് ചൊറിയാൻ വന്ന പഴയതുപോലെ അനുപമ കണ്ടു നിൽക്കില്ല എന്ന് പറയുമ്പോൾ സുശീലാകെ നടുങ്ങിപ്പോയിട്ടോ. ഈശ്വര, എന്തോന്ന് പറച്ചിലാണിത് എന്ന ഭാവത്തിൽ, അയ്യോ എൻ്റെ മുഖത്ത് അടി കിട്ടിയതുപോലെയാണല്ലോ ഇപ്പോൾ ഇത്. അന്ന് അടി കിട്ടിയ ആ വേദന ഇന്നും സുശീലയുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നു. ഈശ്വര, എന്തൊരു അടിയാണ് ഇവള് തന്നത്. ഇവൾക്ക് ഇത്ര വലിയ ശക്തിയോ എന്ന പേടി സുശീല അങ്ങ് അമ്പലത്തിലോട്ട് കയറി പോവാനായിട്ടാ. അപ്പോൾ ഉടൻ തന്നെ അമ്പളി പറയണേ, നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടൊന്നും കാര്യമില്ല. ദൈവം നിങ്ങൾക്ക് കാത്തുവെച്ചൊരു ശിക്ഷയുണ്ട്. അത് കുറെ കാലമൊന്നും പോകണ്ട, കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഇന്നിപ്പം എൻ്റെ അനു നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ എൻ്റെ അനുവിൻ്റെ വില തിരിച്ചറിഞ്ഞ് ഒരു സമയം നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ അരികിൽ വന്ന് അനുപമയുടെ കാല് പിടിച്ച് കരയുന്ന ഒരു ദിവസം എത്തുമെന്ന് പറയണിട്ടോ. അത് കേൾക്കുന്നു, ഇവളുടെ കാലം ഞാൻ പിടിക്കാൻ എന്നെ ഒന്നും കിട്ടത്തില്ല എന്ന് സുശീലയും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇന്ദ്രൻ ഇങ്ങനെ ഈ ഒരു കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വക്കീലിനെ കാണാണ്. അപ്പോൾ വക്കീൽ പറയണേ, ഇനി ഒരു നീട്ടിക്കൊണ്ടുപോലില്ല. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ്, ഇനി ഒരു നീട്ടിക്കൊണ്ടുപോലും ഉണ്ടാവുമോ? ഇന്ദ്രന് ഇനിയും പ്രതീക്ഷകളാണ്. അപ്പോൾ തന്നെ വക്കീൽ പറയണേ, ഇല്ല, ഇന്ന് കോടതി എന്തായാലും വിധി പറയും. രണ്ടാളും സമ്മതത്തോടു കൂടി ഒപ്പിട്ടത് കൊണ്ട് തന്നെ അധികമൊന്നും നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇന്നെന്തായാലും നിങ്ങളുടെ ബന്ധത്തിന് എന്തായാലും ഇന്ന് വേർതിരിവ് വരുമെന്ന് പറയണേട്ടോ. ഇതേ സമയം അമ്പലത്തിൽ പോയി വന്ന തൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ആ തള്ളയെ അവിടെ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഉടൻ തന്നെ കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുത്തു. അതെന്തായാലും മോളെ നന്നായി. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോണോ പോണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ആ സ്ത്രീയല്ല. ആ സ്ത്രീയുമായുള്ള ബന്ധം ഇനി വേണ്ടെന്ന് വെക്കുന്നേ നല്ലത്. കാരണം അവരുമായി ഇനിയും നീ ബന്ധം കൂടിക്കഴിഞ്ഞാൽ ആ സ്ത്രീയായിട്ട് ചെറുത്ത് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു സ്ത്രീയാണ്. അവരുടെ വിജയത്തിന് വേണ്ടി സ്വന്തം മകനെ കൊല്ലാൻ പോലും മടിക്കില്ല. അതുകൊണ്ട് ഇന്ദ്രൻ ഈ നടുക്കടലിൽപ്പെട്ട നായയെ പോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നീന്താതെ അവൻ്റെ അമ്മയുമായി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അതല്ലെങ്കിൽ അവനൊരു നട്ടലുള്ളവനായി ഭാര്യയെ സംരക്ഷിക്കാനുള്ള കഴിവ് വേണം. അച്ഛന് പറയാനുള്ളത്, മോളെ നിന്നോട് പറഞ്ഞു, ഇനി നിന്റെ തീരുമാനം ഇന്ദ്രന് വേണോ വേണ്ടയോ എന്ന് എൻ്റെ മകൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അച്ഛൻ പറയും ഇനി മകളെ ഇനി ആ ചെറുക്കനുമായി സുശീലയുമായി ഇനി ഒരു ബന്ധം വേണ്ടെന്ന്, സുശീലയുടെ മകൻ ഇന്ദ്രനുമായി ഇനി ഒരു ബന്ധം വേണ്ടെന്ന്. കാരണം സംരക്ഷിക്കാൻ കഴിവുള്ളവൻ്റെ കയ്യിൽ പിടിച്ചു തന്നിട്ടേ കാര്യമുള്ളൂ. ഇനിയും അവളുടെ വീട്ടിലോട്ട് ഇനി പോയി കഴിഞ്ഞാൽ ഇനിയും എൻ്റെ കുഞ്ഞിന് കണ്ണുനീരായിരിക്കും. ഇതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്, ഇത് എൻ്റെ മോൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയാണെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തോ, ഇന്ദ്രനെ വേണമെങ്കിൽ നീ തീരുമാനം എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോടതിയിലോട്ട് പോവാം. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അനുഭവം പറയാണ്, വേണ്ടച്ച വരണ്ട. കാരണം ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞും മാത്രം മതി. കാരണം ഈ ഒരു ഡിവേഴ്സ് എന്നൊക്കെ അച്ഛൻ എന്നോട് പറയും. പക്ഷേ അത് അംഗീകരിക്കാൻ അച്ഛന് കഴിയില്ല. ഞാനും ഇന്ദ്രേട്ടനും പിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അച്ഛൻ്റെ ഉള്ളിൽ ഒരു മനസ്സിലൊരു വിങ്ങലുണ്ടാവും. അത് ഒഴിവാക്കാനാണ് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയാനേട്ടാ. പിന്നീടാണെങ്കിലോ കോടതിയിലെത്താണ്. കോടതി വിധി പ്രകാരം തന്നെ അനുപമയും ഇന്ദ്രനും ഡിവേഴ്സ് ആവുന്ന ആ ഒരു സീനിലോട്ട് തന്നെയാണ് കേട്ടോ ഇനി കാര്യങ്ങളൊക്കെ പോകുന്നത്.